നെയ്മർ ജൂനിയർ ഇല്ലാത്ത ബ്രസീൽ ടീമിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ബ്രസീലിൻ്റെ മത്സരങ്ങളോട് കൂടി അല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കോപ്പ അമേരിക്കയോട് കൂടിയൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ. ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നെയ്മർ ഇപ്പോൾ ഈ ലാസ്റ്റ് നടന്നിട്ടുള്ള ഇഞ്ചറീൻ്റെ ടൈമിൽ മാത്രമല്ല, അതിൻ്റെ മുന്നേയും പലപ്പോഴും ഇഞ്ചറീൻ്റെ ഭാഗമായിട്ടും പലപ്പോഴും ടീമിൻ്റെ ഭാഗമാകാതിരിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും നെയ്മർ എത്രത്തോളമാണ് ടീമിൽ. നെയ്മർ ഉണ്ടാകുന്ന സമയത്തും ഇല്ലാത്ത സമയത്തും ആ ടീമിൻ്റെ മാറ്റം എങ്ങനെയാണ്, നെയ്മർ ഉണ്ടാകുന്ന സമയത്ത് എത്രയാണ് അദ്ദേഹം ടീമിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അദ്ദേഹം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഉള്ള താരങ്ങളുടെയൊക്കെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏറെക്കുറെ കറക്റ്റായിട്ട് ബ്രസീലിൻ്റെ മത്സരങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും അല്ലേ. ഇപ്പോൾ റീസെൻ്റിൽ നടന്നിട്ടുള്ള വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മത്സരങ്ങളൊക്കെ നിരന്തരമായിട്ട് തോൽക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ സമനില പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രസീൽ ടീമിൻ്റെ ഒരു പവർ പോലെ ഇല്ലാതെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വേൾഡ് കപ്പ് പോലുള്ളൊരു വേദിയിലേക്കുള്ള തയ്യാറെടുപ്പ് ഒരു അണുമണി തൂക്കം പോലും ആവാതെയുള്ള ബ്രസീലിൻ്റെ ഈ പാലായണം എവിടം വരെ എത്തും എന്നുള്ളൊരു കാര്യത്തിൽ ഭയങ്കര ഒരു ആശങ്കയുണ്ട് ബ്രസീൽ ഫാൻസിന്. കാരണം എല്ലാ വേൾഡ് കപ്പും കളിച്ച ടീമാണ് ബ്രസീൽ. ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് എടുത്തിട്ടുള്ള ടീമാണ് ബ്രസീൽ. വേൾഡ് കപ്പിലെ ഫേവറേറ്റ്സാണ് ബ്രസീൽ. അങ്ങനെ എല്ലാ നില കൊണ്ടും ഒരു നമ്പർ 1 ആയിട്ടുള്ള ടീമാണ് ലോകത്തിൽ ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കുമ്പോൾ ബ്രസീൽ അല്ലേ. ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബ്രസീൽ, അർജൻറ്റീന പോലുള്ള ടീമുകൾ, ജർമ്മനി, യൂറോപ്പിൽ അങ്ങനത്തെ സ്പെയിൻ പോലുള്ള മികച്ച ടീമുകളൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു ലെവലുണ്ട്. അത് വിട്ടുങ്ങാണ്ട് ചെറിയ ലെവലിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ വേൾഡ് കപ്പ് പോലുള്ളൊരു വേദിയിലേക്ക് ആദ്യം തന്നെ ക്വാളിഫൈ ആകുന്ന ഒരു ടീം ഇപ്പോൾ നിരന്തരമായിട്ട് ആ ഒരു താന്നിങ്ങനെ പോകുന്നത് കാണുമ്പോൾ ലാറ്റിൻ അമേരിക്കൻ ടീമിനോട് ചെറിയ ടീമുകളോട് പോലും തോറ്റുങ്ങാണ്ട് താഴെ തട്ടിലേക്ക് പോകുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു ആശങ്ക. അപ്പോൾ നെയ്മർ ജൂനിയർ ഉണ്ടെങ്കിൽ എത്രത്തോളമാണ് ടീമിൽ വരുന്ന ഇമ്പാക്റ്റ് എന്നുള്ളത് നമുക്ക് ഓരോ മത്സരങ്ങളും കണ്ടാൽ തന്നെ മനസ്സിലാവും. ബ്രസീലിൻ്റെ റീസെൻ്റിൽ നടന്നിട്ടുള്ള വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ പോലുള്ള, റാഫിന പോലുള്ള ഒരുപാട് യൂറോപ്പിലെ മികച്ച നമ്പർ 1 ക്ലബ്ബുകളിൽ കളിക്കുന്ന താരങ്ങൾ മുൻനിരയിലുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടത്ര രീതിയിലുള്ള അവരുടെ ഭാഗത്തുനിന്ന് പെർഫോമൻസ് കാണുന്നില്ല. ഇപ്പോൾ വിനീഷ്യസ് ജൂനിയറിനെ കാര്യമായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട് വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ തോൽവിയൊക്കെ ഭാഗമായിട്ട്. കാരണം അദ്ദേഹമാണ് ഇപ്പോൾ നിലവിൽ ഒരു സ്റ്റാർ വാല്യുള്ള പ്രധാന താരം ബ്രസീലിൻ്റെ ഫ്രണ്ട് ലൈനിൽ കളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കാരണം യൂറോപ്പിലെ മത്സരങ്ങളും അതുപോലെ ലാറ്റിൻ അമേരിക്കനിലെ മത്സരങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് റയൽ മാഡ്രിഡിൽ കളിക്കുന്ന പോലെ ബ്രസീലിൽ കളിക്കാൻ പറ്റാത്തതെന്നോ അല്ലെങ്കിൽ രണ്ടൊരു റയൽ കളിക്കണ മാതിരി ബ്രസീൽ കളിക്കുന്നില്ല എന്നുള്ള ട്രോൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടല്ലോ നിലവിൽ. ആ ഒരു സംസാരത്തിനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ നിലവിൽ റാഫിനൊക്കെ ബാഴ്സലോണയിൽ പക്ക ഫോമിൽ കളിക്കുന്ന ഒരു താരമാണ്. ഇപ്പോൾ ബാഴ്സലോണ റൂസെനിൽ നടന്നിട്ടുള്ള ഏകദേശം മത്സരങ്ങളൊക്കെ ജയിച്ചിട്ടാണ് ഒരു പക്ക ഒരു ടീമായി മാറിയിട്ടുണ്ട് ബാഴ്സലോണ. അതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള താരമാണ് ഇപ്പോൾ റാഫിന. അപ്പോൾ അങ്ങനെ ഒരു മികച്ചൊരു 11 ഉണ്ട് എല്ലാ പൊസിഷനിലും ബ്രസീൽ. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയണില്ല എന്നുള്ളതാണ്. നെയ്മർ ജൂനിയർ വന്നെങ്കിൽ മാത്രമേ ആ ടീമിലും എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. കാരണം വേൾഡ് കപ്പ് പോലുള്ള വേദിയിലേക്കാണ് പോകുന്നത്. ചെറിയ ലാറ്റിൻ അമേരിക്കയിലെ ഒരു കോപ്പ അമേരിക്ക പോലും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ വേൾഡ് കപ്പ് പോലുള്ള വേദിയിലേക്ക് പോയാൽ എന്തൊക്കെ അവസ്ഥ. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു മികച്ചൊരു 11 സെറ്റാക്കാതെ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ വേൾഡ് കപ്പ് പോലുള്ള വേദിയിലേക്ക് പോയിട്ട് കാര്യമല്ല. അപ്പോൾ നെയ്മർ വന്ന് ഒരു പക്ക ഒരു 11 സെറ്റാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മാത്രമേ മുന്നോട്ട് പോകാൻ ബ്രസീലിന് നിലവിൽ കഴിയുള്ളൂ. ഒരു പ്ലെയറെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ടൂർണമെൻറ്റിലേക്കും പോകുന്നത് ബുദ്ധിയല്ല. കാരണം പ്രത്യേകിച്ച് നെയ്മർ പോലുള്ള താരത്തെ, കാരണം എപ്പോഴും ഇഞ്ചറി വരുന്ന ഒരു താരമാണ് നെയ്മർ. അതുപോലുള്ളൊരു താരത്തെ ഫോക്കസ് ചെയ്ത് മാത്രം ഒരു ടൂർണമെൻറ്റോ മുന്നിൽ നമുക്ക് കാണാൻ പാടില്ല. എങ്കിലും ബ്രസീലിൽ നെയ്മർ ഇല്ലാതെ കഴിയില്ല എന്നുള്ളൊരു രൂപത്തിലാണ് ഇപ്പോൾ ബ്രസീലിൻ്റെ പെർഫോമൻസ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ ഏതായാലും അദ്ദേഹം തോനെ താമസിയാതെ തിരിച്ചെത്തിയിട്ട് വേൾഡ് കപ്പിൽ യോഗ്യത നേടുക എന്നാണല്ലോ ആദ്യത്തെ കടമ്പ. ആ ഒരു കടമ്പ കഴിഞ്ഞിട്ട് അടുത്ത വേൾഡ് കപ്പിലൊക്കെ എത്തിയിട്ട് നല്ലൊരു പെർഫോമൻസ് നെയ്മറിൻ്റെയും ടീമിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.